ആരംഭിക്കുന്നത്. ഈ പ്രവർത്തനങ്ങളെല്ലാം ശക്തിയാർജിക്കുവാൻ നമുക്ക് ഇന്ത്യ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശക്തമായ കാര്യങ്ങൾ കൂടെയുണ്ട്. അതുപോലെ തന്നെ പരിസ്ഥിതി സൗഹൃദമായ അന്തരീക്ഷം നമ്മളിലേക്ക് സൃഷ്ടിക്കുവാൻ നാം കൂടുതൽ ചിന്തിക്കേണ്ടതുണ്ട്. ഗാന്ധിജി പലപ്പോഴും നമ്മോട് പറഞ്ഞിട്ടുണ്ട്, മനുഷ്യന്റെ ആവശ്യത്തിനുള്ളത് ഇവിടെയുണ്ട്, എന്നാൽ അവന്റെ അനാവശ്യത്തിനുള്ളതൊന്നും ഇവിടെ ഇല്ല എന്ന്. മനുഷ്യൻ സ്വാർത്ഥപരമാകുമ്പോൾ അവന്റെ ഈ സമൂഹത്തോടുള്ള ചൂഷാത്മകമായ പ്രതിഭാവമാണ് സമൂഹത്തിൽ ഒട്ടനവധി പ്രശ്നങ്ങൾ ഇവിടെ സൃഷ്ടിക്കുന്നത്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണണമെങ്കിൽ നാം എല്ലാം ഒരു ഒത്തൊരുപാട് പ്രവർത്തിച്ചാൽ മാത്രമേ സാധ്യമാകുള്ളൂ. നമുക്കറിയാം 70% വനങ്ങളുണ്ടായിരുന്ന ഈ പ്രദേശത്ത് കേരളത്തിൽ തന്നെ 70% വനങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇന്ന് അത് 40% വെട്ടി നശിപ്പിച്ച് കാറ്റുകളും ബിൽഡിങ്ങുകളായി വന്നിരിക്കുന്ന ഒരു കാലമാണിത്. നമുക്ക് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ഒരു പ്രത്യേകമായ അവസ്ഥ സമൂഹത്തിൽ നിലനിൽക്കുന്നു. അതിനോടനുബന്ധിച്ച് തന്നെ ഇവിടെ ആധുനിക സീറ്റുകളായി അനുബന്ധിച്ച് ഇവിടെ ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് ഇനി തുടക്കം കുറിക്കാൻ പോവുകയാണ്. ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഐക്യരാഷ്ട്രസഭ മഹത്തായ ഒരു സന്ദേശം നൽകിയിട്ടുണ്ട്. ചിന്തിക്കുക, ഭക്ഷിക്കുക, സംരക്ഷിക്കുക. ഇത് കേരള സമൂഹത്തെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ പ്രസ്താവന ഏറെ ഉചിതകരമാണ്. അതായത് ഇത് സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾ, അതായത് നമ്മളിന്ന് ഏറെ ശ്രദ്ധ പുലർത്തുമ്പോൾ അട്ടപ്പാടി മേഖല, അതായത് വാർത്താ മാധ്യമങ്ങളോട് ഏറെ ശ്രദ്ധ പുലർത്തുന്ന ഒരു സംഭവമാണ്. ഒട്ടനവധി 5 വയസ്സുകാരൻ ഒട്ടനവധി കുട്ടികൾ അവരെ ശരിയായ പോഷകാഹാരത്തിന് കുറവ് മൂലം മരണപ്പെടുത്തുന്ന സത്യമായ ഒരു വേദനാജനകമായൊരു വാർത്ത നാം ഏറെ ശ്രദ്ധയോടെ കാണുന്ന കാലഘട്ടമാണ്. ആ അവസ്ഥയെ വെച്ചുകൊണ്ട് എല്ലാ സമൂഹത്തിലെ രാഷ്ട്രീയ മേഖലയിലെ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഒത്തിരി നാൾക്കണക്കിന് അരികൾ പോലും ഇന്ന് സാധാരണക്കാരിൽ എത്താണ്ട് കെട്ടിക്കിടക്കുമ്പോൾ പൊതുജനത്തിൽ എത്താണ്ട് പല കൈകൾ വന്ന് നഷ്ടപ്പെടുത്തുന്ന ഒരു ചാരിത, ഒരു സത്യമായ അവസ്ഥ നാം മനസ്സിലാക്കേണ്ടതാണ്. ഇത് സമൂഹത്തിനോട് നമ്മൾ ചെയ്യുന്ന മനസാക്ഷികരമായ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ നമ്മുടെ സമൂഹത്തിൽ വേറെ പരിതാപകരമായ അവസ്ഥ സൃഷ്ടിക്കുന്നു എന്നതിൽ യാതൊരു തരമാറ്റവുമില്ല. ഇന്ത്യയിൽ നിശബ്ദ ഭരിക്കുന്ന കത്തിരിക്കാൻ വേണ്ടി നമ്മുടെ സ്കൂളിലെ ശക്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു PTA ആചാര്യമാണ്. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് ആവശ്യമുണ്ടെന്ന് നൽകുന്ന അതിനെ PTA പ്രസിഡന്റ് ശ്രീ M. ഗോവിന്ദ സാറിനെ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ടു. അതുപോലെ തന്നെ നമ്മുടെ ക്ഷേമ ചികിത്സ ഇവിടെ എത്തിച്ചേർന്ന ആദരണീയായ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ TK പോൾ സാറിനോടുള്ള നന്ദി അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ടു. നമുക്ക് ആശംസകളെ ഒരു ഫണ്ട് സമ്മാനിച്ച നമ്മുടെ ഇവിടെ വേദിയിൽ വിശിഷ്ടരായ ശ്രീ ഉണ്ണികൃഷ്ണൻ സാർ, നമുക്കൊന്ന് ക്ലാസ് നയിക്കാൻ ഉണ്ണികൃഷ്ണൻ സാറിനെ ഉള്ള നന്ദി അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ടു. അതോടൊപ്പം തന്നെ മൂവി സ്റ്റേജ് പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീ ശശൻ സാറിനുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടു. അതിലൂടെ എല്ലാവരും ആദർശിവാട് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ചുക്കാൻ പിടിക്കുകയും നമ്മുടെ ഏത് കാര്യത്തിൽ സജീവ പങ്കാളിത്തം വഹിക്കുന്ന നമ്മുടെ HM ശശൻ സാറിനോടുള്ള നന്ദി അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഇതിനെല്ലാം ഉപരി നമ്മുടെ ആദർശിവാട് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ SSC എന്നിവയും ഈ കഴിഞ്ഞ അധ്യയന വർഷത്തിലെ മികച്ച അധ്യാപകരുടെ അഡ്വക്കേറ്റ് ആൻഡ് MP സ്കൂൾസിന്റെ അവാർഡ് വിജയമായ നമ്മുടെ ആദ്യ പ്രിൻസിപ്പൽ പ്രവർത്തിക്കുന്ന സാറിനോടുള്ള നന്ദി അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ശൈലി ശാസ്ത്രി അവരുടെ നന്ദി അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഇതിനെല്ലാം